ഇറാൻ കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് നമ്മുടെ UAE മാത്രം തൊടുത്തുവിട്ടത് ഏകദേശം 500-ലധികം ഡ്രോണുകളും 200-ലധികം ബലിസ്റ്റിക് മിസൈലുകളുമാണ്. അതിൽ ഒരെണ്ണം പോലും ഡയറക്റ്റ് ആയിട്ട് ഈ UAE എവിടെയും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കത്തുന്നതും തീ പിടിക്കുന്നതും ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ UAE എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല ക്ലാസ് സാധനം ആയതുകൊണ്ട് ഈ വരുന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ മിഡ് എയറിൽ വെച്ച് തന്നെ ഏരിയൽ ത്രട്ട് എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യും. ഈ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ മിഡ് എയറിൽ വെച്ചിട്ട് തകർത്ത് കളയുമ്പോഴത്തേന് ഒബിയസ്ലി സ്വാഭാവികമായിട്ടും ഇതെല്ലാം പൊട്ടിത്തെറിച്ച് അതിന്റെ ഡിബ്രീസ്, അതിന്റെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങളാണ് താഴേക്ക് കത്തി വീഴുന്നത്. അങ്ങനെ വീഴുന്ന സാധനങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ അപകടമാണ്. പക്ഷെ മിസൈലിന്റെ അത്രയും അപകടകാരികളല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ള മനുഷ്യര് ഈ സന്ദർഭങ്ങളിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തോട്ടുള്ളത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ക്യൂരിയോസിറ്റി, കൗതുക ലേശം കൂടുതലല്ല. ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ പുറത്തിറങ്ങി നോക്കുക. ഇല്ല കടന്ന് പോകാണ്ടോ ബാക്കിൽ. രാവിലെ ഇത് കണ്ടിട്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചതാ, ഓ മിസൈൽ വന്ന് വീണ് പൊട്ടിത്തെറിച്ച് ഷാർജയിൽ. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വെയർ ഹൗസിന് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഫയർ ആയതാണ്. ഇപ്പോഴും അണയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സാഹചര്യം ഇതാണ്. കുറേ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ പരത്തുക, പരിഭ്രാന്തി പരത്തുക, അതോടൊപ്പം തന്നെ കെയർലെസ് ആയിട്ട് ഈ ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ UAE അതോറിറ്റി പറഞ്ഞതാണ്, യെസ് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലയിടത്തും പൊട്ടിത്തെറികൾ ശബ്ദങ്ങളെ കേൾക്കാം. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും ഒരു 3 മിനിറ്റ് 4 മിനിറ്റോളം നമ്മൾ എവിടെയെങ്കിലും ഷെൽട്ടറിൽ പോയി ഇരിക്കണമെന്നാണ് അതോറിറ്റീസ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്തുവാ, നേരെ ശബ്ദം കേട്ട് എവിടാ, അതൊരു അന്വേഷണത്തിന് നമ്മൾ പുറത്തിറങ്ങുക. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിലും ശബ്ദം കേട്ടപ്പോൾ ഈ ബാൽക്കണിയിലൊക്കെ എന്തോരോ ആൾക്കാരെ നോക്കി നിൽക്കുന്ന എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. സോ മാക്സിമം എല്ലാവരും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഷെൽട്ടറിൽ പോയിരിക്കുക. അത് മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തലമണ്ടയ്ക്കൊക്കെ വന്ന് വീണ് ഈ സാധനം പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ.